നമസ്കാരം. ഇമ്മാതിരി ഒരു തിരിച്ചടി നരേന്ദ്രമോദി ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. റാത്തൽ തൂക്കത്തിലുള്ള അടിക്ക് ക്വിന്റൽ തൂക്കത്തിലാണ് രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തത്. അദാനി, അംബാനി എന്നിവരിൽ നിന്നും കോൺഗ്രസിന് കള്ളപ്പണം ലഭിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് രാഹുൽ നൽകിയ മറുപടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രധാനമന്ത്രി തന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ച രാഹുൽ, രണ്ടു വ്യവസായ ഭീമന്മാരും തന്റെ പാർട്ടിക്ക് ടെമ്പോയിൽ പണം അയച്ചിട്ടുണ്ടോ എന്നറിയാൻ CBIയെയോ EDയെയോ വിട്ട് അന്വേഷിക്കട്ടെ എന്ന് വെല്ലുവിളിച്ചു. BJPയുടെ അഴിമതിയുടെ സാരഥിയും സഹായിയും ആരാണെന്ന് രാജ്യത്തിന് അറിയാം എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അംബാനിയുമായും അദാനിയുമായും കോൺഗ്രസ് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും രണ്ടുപേരെയും ആക്രമിക്കുന്നത് വയനാട് MP പെട്ടെന്ന് നിർത്തിയിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് മോദി ആക്രമണത്തിന്റെ മുന കൂർപ്പിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മോദിയോട് സംവദിക്കുന്ന മട്ടിൽ തയ്യാറാക്കിയ വീഡിയോ സന്ദേശത്തിലൂടെ രാഹുൽ ഗാന്ധി മറുപടി നൽകിയത്. അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും കോൺഗ്രസിന് ടെമ്പോ ലോഡായി കള്ളപ്പണം ലഭിക്കുന്നുണ്ടോ എന്ന് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു. റഫാൽ അഴിമതി ഉയർത്തിക്കാട്ടി അംബാനിക്കും അദാനിക്കുമെതിരെ നിരന്തരം സംസാരിച്ച രാഹുൽ, എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ അംബാനി അദാനിമാരെ അധിക്ഷേപിക്കുന്നത് നിർത്തി. ഇതിന് പ്രത്യുപകാരമായി അംബാനി അദാനിമാരിൽ നിന്ന് എത്ര തുക പിരിച്ചെടുത്തെന്ന് രാജകുമാരൻ പ്രഖ്യാപിക്കട്ടെ. കോൺഗ്രസിലേക്ക് ടെമ്പോ ലോഡായി പണം എത്തിയോ? അംബാനി അദാനിയെ ദുരുപയോഗം ചെയ്യുന്നത് ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ച് എന്ത് ഇടപാടിലാണ് എത്തിയിരിക്കുന്നതെന്ന് പറയണം എന്നൊക്കെയാണ് പ്രധാനമന്ത്രി മോദി ചോദിച്ചത്. പ്രധാനമന്ത്രിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ മറുപടി തുടങ്ങുന്നത്. മോദിക്ക് ടെമ്പോയെ കുറിച്ച് എങ്ങനെ അറിയാമെന്നും വീഡിയോയിൽ രാഹുൽ ഗാന്ധി കളിയാക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾ അടഞ്ഞ വാതിലിന് പിന്നിൽ അദാനിയെയും അംബാനിയെയും കുറിച്ച് സംസാരിക്കുന്നു. ഇതാദ്യമായാണ് നിങ്ങൾ പരസ്യമായി അദാനി അംബാനി എന്നൊക്കെ പറയുന്നത്. അവർ ടെമ്പോകളിൽ പണം നൽകുന്നുവെന്ന് പോലും നിങ്ങൾക്കറിയാം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണോ എന്ന് ചോദിച്ച രാഹുൽ, ഒരു കാര്യം ചെയ്യൂ, CBIയെയും EDയെയും അവരുടെ അടുത്തേക്ക് അയച്ച് പൂർണ്ണമായ അന്വേഷണം നടത്തൂ. അല്ലയോ മോദിജി, അങ്ങ് അതിന് ഭയപ്പെടരുത് എന്നും കളിയാക്കുന്നുണ്ട്. ഇതേ വീഡിയോയിൽ ഇന്ത്യയെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത മഹാലക്ഷ്മി, പെഹ്ലി നൗക്രി പക്കി പദ്ധതികളെ കുറിച്ചും സംസാരിച്ചു. നരേന്ദ്രമോദി അംബാനിക്കും അദാനിക്കും നൽകിയ പണം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഞങ്ങൾ നൽകും. മഹാലക്ഷ്മി യോജന, പെഹ്ലി നൗക്രി പക്കി പദ്ധതി കോടിക്കണക്കിന് ആളുകളെ ലക്ഷാധിപതികളാക്കും. അവർ 22 ശതകോടീശ്വരന്മാരെ സൃഷ്ടിച്ചു. ഞങ്ങൾ കോടിക്കണക്കിന് ലക്ഷാധിപതികളെ സൃഷ്ടിക്കും എന്നും രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും രംഗത്ത് വന്നു. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മോദിയുടെ ഇരിപ്പിടം ഇളകുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ പോലും തള്ളിപ്പറയുന്നതെന്നും ഖാർഗെ ആരോപിച്ചു. സമയം മാറി മറിയുമ്പോൾ കൂട്ടുകാരല്ലാതാവുമെന്നും ഖാർഗെ എക്സിൽ കുറിച്ചു. മോദിക്ക് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. അദാനിയെക്കുറിച്ച് രാഹുൽ എല്ലാ ദിവസവും പറയാറുണ്ടെന്നും മോദി അത് കേൾക്കാത്തതാണ് പ്രശ്നമെന്നും പ്രിയങ്ക പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വേണ്ടാത്തിടത്തു തൊട്ടുകുടുങ്ങി എന്ന മട്ടിലായിട്ടുണ്ട് നരേന്ദ്രമോദി. ഉരുളയ്ക്കുപ്പേരി പോലെ വന്ന രാഹുലിന്റെ പ്രതികരണം മോദിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് 3 ഘട്ടം പിന്നിടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ BJPയെ തുറച്ചു നോക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ തിരിച്ചടി. വരും ഘട്ടങ്ങളിൽ പ്രചാരണത്തിന്റെ ഗിയർ മാറ്റാൻ എന്ത് തറവേലയാണ് BJP കാത്തുവെച്ചത് എന്ന് കാത്തിരുന്നു കാണാം.